ശ്രീ സന്ദീപ് വാര്യർ, നിലവിൽ പാർട്ടിക്കുള്ളിൽ പല തട്ടിൽ പല കോണുകളിലായി പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. KPCC നേതൃത്വങ്ങൾക്കിടയിലും AICC ഒരു അന്തിമമായ തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ടത് കേരള ഘടകത്തിൻ്റെ വിഭിന്നമായ നിലപാടുകളാണ്. അതൊരു വർഗീയ പ്രീണന രാഷ്ട്രീയമാണോ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉയർത്തിവിടുന്നത്? നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കയ്യടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങളുടെ കൈവശമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഒന്ന് മാത്രമാണിത്. ഇപ്പോ ഈ വിഷയവുമായി വന്നിട്ടുള്ളത് കെ മുരളീധരനാണ്. കെ മുരളീധരനെ നമുക്കറിയാം, മുസ്ലിം അപ്പീസ്മെന്റിന് വേണ്ടി കിട്ടുന്ന ഒരു സാഹചര്യവും പാഴാക്കി കളയാത്ത ഒരു നേതാവാണ് കെ മുരളീധരൻ. നേരത്തെ നേമം മണ്ഡലത്തിൽ തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടും അവിടെ വന്ന് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മുരളീധരൻ കാണിച്ച അഭ്യാസം എന്ന് പറയുന്നത് ആരെ പ്രീണിപ്പിക്കാനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. മുരളീധരൻ കാലാകാലങ്ങളായിട്ട് നടത്തുന്ന പരാമർശങ്ങൾ, പ്രസ്താവനകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ളതാണ്. അത് നമുക്ക് നേരത്തെയും അറിയുന്നതാണ്. പക്ഷെ ഇപ്പോ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികൾക്ക് നേരെയുള്ള ആക്ഷേപകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് വിലയിരുത്തപ്പെട്ടു. ഈ കോൺഗ്രസിനകത്ത് നിരവധിയായിട്ടുള്ള ഹിന്ദുക്കളുണ്ടല്ലോ, ഹിന്ദു വിശ്വാസികളുണ്ടല്ലോ, ശ്രീരാമ ഭക്തരുണ്ടല്ലോ. അവരുടെ കൂടി ഹൃദയവികാരമാണ് ശ്രീരാമ ജന്മഭൂമിയിലെ ഭവ്യമായ രാമക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭവ്യമായ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുക വഴി തീർച്ചയായിട്ടും കോൺഗ്രസ് കൊടുക്കുന്ന മെസ്സേജ് അതൊട്ടും തന്നെ ശുഭകരമായിരിക്കില്ല. കോൺഗ്രസിന്റെ ഭാവിക്ക്, രാഷ്ട്രീയത്തിന് അതെല്ലാം ദോഷമായിട്ടേ ബാധിക്കൂ എന്നുള്ളത് സാമാന്യ യുക്തി മാത്രമാണ്. മറിച്ച് ഇവിടുത്തെ സമസ്ത പോലെയുള്ള മത തീവ്ര സംഘടനകൾ ഇറക്കിയിട്ടുള്ള ഫത്വ അനുസരിച്ച് കോൺഗ്രസ് ഭയന്ന് ഇത് പിന്മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹിന്ദു വിശ്വാസങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഈ സമൂഹം വിലയിരുത്തൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ 90കളിൽ അയോധ്യയിൽ നിന്ന് രാമരാജ്യം വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ഒരു രാഷ്ട്രീയം കോൺഗ്രസിനുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയുടെ 91 തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത് എവിടുന്ന? അത് തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ് തുടങ്ങിയത്. വാഗ്ദാനം എന്തായിരുന്നു? രാമരാജ്യമായിരുന്നു വാഗ്ദാനം. അതുപോലെ തന്നെ ഷബാനു കേസിൽ സംഭവിച്ചിട്ടുള്ള വലിയ ജനവികാരം എതിരായി മാറിയത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ അയോധ്യ ഒരു രാഷ്ട്രീയ പ്രചരണായുധമായി തുടങ്ങിയത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ പലപ്പോഴായി പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ ശ്രീരാമ ജന്മഭൂമിയുടെ ഒപ്പമാണെന്ന് മനുഷ്യരെ തോന്നിപ്പിക്കുകയും മറുവശത്ത് അതേ സമയത്ത് തന്നെ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രമുണ്ടാകുന്ന പ്രവൃത്തിക്ക് തടസ്സം വരുന്ന രീതിയിൽ സുപ്രീം കോടതിയടക്കം പോയി വാദങ്ങൾ ഉന്നയിക്കുകയും ഒരേ സമയം തന്നെ ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം നിൽക്കുക എന്ന സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇരകളാക്കപ്പെട്ട ഹിന്ദു സമാജത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കോൺഗ്രസ് നഷ്ടപ്പെടുന്നത്. സമസ്ത പോലെയുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ ഫത്വയ്ക്ക് അനുസരിച്ചാണ് കോൺഗ്രസ് രാഷ്ട്രീയം രൂപപ്പെടുന്നതെങ്കിൽ കോൺഗ്രസിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കൾ കൂടി, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന അവശേഷിക്കുന്ന ഹിന്ദുക്കൾ കൂടി ആ പ്രസ്ഥാനം വിട്ട് ഓടിപ്പോരാൻ അധിക സമയം വൈകില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലകളിൽ മാത്രം പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണോ ഈ ഒരു പ്രസ്താവനയിലൂടെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്? അല്ല, ഇപ്പൊ KPCCക്ക് അകത്ത് തന്നെ രാഷ്ട്രീയ അഭിപ്രായ ഐക്യം ഇല്ലല്ലോ. KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ കേരള ഘടകം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അത് നിങ്ങൾ മുരളീധരനോട് ചോദിക്കണം എന്നല്ലേ പറഞ്ഞത്. KPCC പ്രസിഡന്റ് മുരളീധരന്റെ പ്രസ്താവനയെ ഖണ്ഡിച്ചിരിക്കുകയാണ്. മുരളീധരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന പേരിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞു. അപ്പൊ വേണുഗോപാൽ പറയുന്നു ഇത്തരത്തിൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രപ്പോസൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല, തീരുമാനമെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് നിൽക്കുന്ന വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ മലബാർ പ്രദേശത്തെ അല്ലെങ്കിൽ ചില സീറ്റുകളിലെ വിജയത്തിന് വേണ്ടി ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാനാണ് വീണ്ടും കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. ശ്രീ സന്ദീപ് വാര്യർ, ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ കാണേണ്ടത് എല്ലാ മതവികാരങ്ങളെയും ഒരേ തരത്തിൽ കണ്ടുകൊണ്ട് ഒരേ സമീപനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട തരത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതാണോ? അല്ല, കോൺഗ്രസ് എല്ലാ കാലത്തും ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് പുറകെ സഞ്ചരിച്ചത് കൊണ്ടാണല്ലോ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിരുന്ന, കാലങ്ങളായി വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ ആ പ്രസ്ഥാനത്തോട് മനമെടുത്ത് പുറത്തേക്ക് പോകുന്നത്. എങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസ് ഒപ്പുവെച്ച കലം പോലെയായത്?
നോക്കൂ, കോൺഗ്രസ് തുടർച്ചയായി അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ഏതെങ്കിലും സംസ്ഥാനത്ത് അവർ തിരിച്ചു വന്ന സാഹചര്യമുണ്ടോ? രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? കോൺഗ്രസ് എപ്പോഴും ഹിന്ദു വിരുദ്ധ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയല്ലേ. ഇപ്പൊ ഇന്ത്യ സഖ്യത്തിലെ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMK നടത്തുന്ന പരാമർശങ്ങൾക്കെതിരായി കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഗോമൂത്ര സംസ്ഥാനങ്ങൾ എന്ന് വിളിക്കുക, സനാതന ധർമ്മത്തെ ഡെങ്കുവിനെയും മലേറിയയെയും പോലെ ഉന്മൂലനം ചെയ്യേണ്ടതാണ് സനാതനധർമ്മം എന്ന് പറയുക. ഇത്തരത്തിൽ തീർത്തും ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ, ഹിന്ദുക്കളെ ഇല്ലാതാക്കണം, ഹിന്ദുക്കളെ കൊല ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന DMKയെ മുന്നണിക്കൊപ്പം നിർത്തി ആ DMKയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് തങ്ങൾക്കെതിരാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഹിന്ദുക്കൾക്കിടയിലുണ്ട്. അത് കോൺഗ്രസിനകത്തുള്ള ഹിന്ദുക്കൾക്കിടയിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എറണാകുളത്ത് നേരത്തെ ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ, വേണുഗോപാൽ എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രസ്താവന ഉണ്ടല്ലോ, കുറി തൊടുന്നത് കൊണ്ടാണ് എനിക്ക് പലതും നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ടല്ലോ. അദ്ദേഹം ഹിന്ദുവായി പോയത് കൊണ്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും കോൺഗ്രസിനകത്ത് നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലേ? കോൺഗ്രസിനകത്തെ ഹിന്ദു നേതാക്കന്മാർ കാലങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് ഉയർന്നു വന്നവർ അനുഭവിക്കുന്ന വളരെയധികം മാനസിക വിഷമങ്ങളുണ്ട്. അതിനകത്ത് ഹിന്ദുക്കൾക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അത് പലരും പുറത്ത് തുറന്നു പറയുന്നുണ്ട്, പലരും തുറന്നു പറയുന്നില്ല. അത്രേ ഉള്ളൂ. ഇത് കാലങ്ങളായി നടക്കുന്നതാണ്. സോണിയാഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം, കോൺഗ്രസിന്റെ തലപ്പത്ത് വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ അത് കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. അക്കാലത്ത് കരുണാകരനും പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുരളീധരൻ ഇപ്പൊ പറയുന്നത് പോലെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഹിന്ദുക്കളെ, വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികളുടെ ഹൃദയ വികാരമാണ്. ആ ഹിന്ദു റിച്വൽ, ഒരു ഹിന്ദു ചടങ്ങിൽ, ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് സമസ്ത പോലെ ഒരു വർഗീയ സംഘടന തിട്ടൂരമിറക്കുമ്പോൾ, ഫത്വ ഇറക്കുമ്പോൾ അത് കേട്ട് ഭയന്ന് പിന്മാറാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകും.